ഒരു നാർസിസിസ്റ്റിക് സ്പൗസിൻ്റെ കൂടെ ജീവിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാജറേറ്റഡ് സെൻസ് ഓഫ് സെൽഫാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ റിലേഷനിൽ എല്ലാ വിധത്തിലുള്ള അറ്റൻഷൻ കിട്ടേണ്ടതും അവർക്കാണ്. രണ്ട് പാർട്ട്നേഴ്സ് ജോലി കഴിഞ്ഞ് തളർന്നു വരുമ്പോഴത്തേക്കും അതിൽ ഒരാളുടെ കൺസേൺ, ഒരാളുടെ വേദന, ഒരാളുടെ ബുദ്ധിമുട്ട് ഇതൊന്നും തന്നെ മറ്റൊരാൾ കേൾക്കുന്നില്ല. നീ ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്താ, നീയാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്നത്. അതായത് ഞാനും നീയും ഒരുപോലെ ജോലി ചെയ്തിട്ട് വരികയാണ്, ഞാനും നീയും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ട് വരികയാണ്. ഈ വീട്ടിലെ ജോലികൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യണമെന്ന് ചിലപ്പോൾ അവർക്ക് തോന്നില്ല. അതുപോലെ തന്നെ അവർ ഇന്ന് നമ്മൾ പാർട്ട്ണറോട് ചോദിക്കുമല്ലോ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഹൗ ഈസ് യുവർ ഡേ എന്ന്. ഹൗ ഈസ് യുവർ ഡേ എന്നുള്ള ഒരു ചോദ്യത്തിന് അർഹത തങ്ങൾക്ക് മാത്രമാണ്. നമ്മുടെ പാർട്ട്ണർ പറയുന്ന അവരുടെ വേദന, അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ വർക്ക് കൾച്ചറിലുള്ള പാടുകൾ ഇതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രോമിനൻസും, ഒരു ഫുഡിൻ്റെ ബാക്കി എന്തെങ്കിലും എക്സ്ട്രാ വന്നു അത് അവരാണ് കഴിക്കേണ്ടത്. അത് ഭക്ഷണം പോലും മനസ്സമാധാനമായിട്ട് കഴിക്കാൻ പറ്റാത്ത കുറേ റിലേഷൻഷിപ്സ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങളുടെ പാർട്ട്ണറിൽ എക്സിബിറ്റഡ് ആയിട്ട് കാണുകയാണെങ്കിൽ കൈൻഡ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഇൻ ആൻ അബ്യൂസീവ് റിലേഷൻഷിപ്പ്. ഔട്ട് ഓഫ് ദ ഒരുപാട് സിംറ്റംസിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നായിരിക്കാം ഇത്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.